പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ISL മത്സരത്തിൽ ഒഡീഷ FC-യും അതുപോലെ തന്നെ FC ഗോവയും തമ്മിലുള്ള വാശിയൊരു പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടത്. ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷയ്ക്ക് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു പരാജയമാണ് അവർ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കൂടാതെ നമ്മളിപ്പോൾ നിലവിൽ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നതായിരിക്കും. എന്തായാലും ആ ചാനലിന്റെ ലിങ്ക് ഇവരുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇന്നത്തെ ISL മത്സരത്തിൽ FC ഗോവയും അതുപോലെ തന്നെ ഒഡീഷയും തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഒഡീഷ FC ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇപ്പോൾ ഒഡീഷ ഗോവയോട് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒഡീഷയുടെ ഈ പരാജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിനാണ് ഇപ്പോൾ ഇത്തിരി കൂടി പ്ലേ ഓഫിന്റെ സാധ്യത തുറന്നു വന്നിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്ന് ഒഡീഷ വിജയിച്ചിരുന്നെങ്കിൽ അടുത്ത മത്സരത്തിൽ വിജയിച്ചാലും ബ്ലാസ്റ്റേഴ്സിന് 7ാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഡീഷ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിച്ചാൽ 7ാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിന് ഇറങ്ങും മുമ്പ് ഒഡീഷയ്ക്ക് വേറൊരു മത്സരം കൂടി വരുന്നുണ്ട്. നമ്മൾ ആ മത്സരം കരുതിയിരിക്കണം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി തന്നെ റിസൾട്ട് വരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പോയിന്റ് എവിടെ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് 46 പോയിന്റുമായി. 2ാം സ്ഥാനത്ത് ഗോവ, അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് ജംഷഡ്പൂർ, 4ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് ബംഗളൂരു, 6ാം സ്ഥാനത്ത് മുംബൈ സിറ്റി, 7ാം സ്ഥാനത്ത് ഒഡീഷ, 8ാമത് ബ്ലാസ്റ്റേഴ്സ്, 9ാമത് പഞ്ചാബ്, അതുപോലെ തന്നെ 10ാമത് ഈസ്റ്റ് ബംഗാൾ, 11ാമത് ചെന്നൈ, 12ാമത് ഹൈദരാബാദ്, അതുപോലെ തന്നെ 13ാമത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. ഇതിലിപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാത്രമാണ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള ടീമുകളിൽ ഏതൊക്കെ ടീമുകൾ പ്ലേ ഓഫിലേക്ക് മുന്നേറുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്നാലും ഇന്നത്തെ മത്സരത്തിൽ FC ഗോവ 1-നെതിരെ 2 ഗോളുകൾക്ക് ഇപ്പോൾ ഒഡീഷ FC പരാജയപ്പെടുത്തിയിരിക്കുകയാണ്.